ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്ന വിധം കാണിക്കാനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു സബോള, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കരിവേപ്പില നനയ്ക്കനരിഞ്ഞത്, ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്തി അരച്ച് വെച്ചത്. പിന്നെ ഉരുളൻകിഴങ്ങാണെങ്കിൽ വലുതാച്ചെങ്കിൽ 2 എണ്ണം, ചെറുതാച്ചെങ്കിൽ ഒരു 4 എണ്ണം എടുത്ത് പുഴുങ്ങി അരച്ച് വെച്ചത്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒരു 3 മിനിറ്റ് നേരം വരെ ഇളക്കി പാകത്തിന് ഉപ്പിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉരുളൻകിഴങ്ങ് അരച്ചത് നമുക്ക് അരി അരച്ചതിലേക്ക് ഒഴിക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം ഇളക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് നേരം കൈ കൊണ്ട് ഇളക്കി പാകാക്കണം. 3 മിനിറ്റ് നേരം ഇളക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ. അതാ 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിത് ഉണ്ടാക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായി വന്നാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി വയ്ക്കുക. അപ്പോൾ അതാ ഇത് വേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് വെക്കാം. രണ്ട് ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയിട്ട് വരാം. ഇതപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇത് മയോണസിൻ്റെ കൂടെയും പിന്നെ ചമ്മന്തിയുടെ കൂടെയും ഇതിൻ്റെ തക്കാളി സോസിൻ്റെ കൂടെയൊക്കെ കഴിച്ചൊക്കെ തനിയെ തിന്നാനും നല്ല രസമാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.